മമ്മൂട്ടി ചിത്രമായ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് നേടിയ വൻ പ്രേക്ഷക പിന്തുണയുടെ ത്രില്ലിലാണ് അണിയറ പ്രവർത്തകർ. മമ്മൂട്ടി സ്വകാര്യ ഡിറ്റക്റ്റീവായി എത്തുന്ന ക്രൈം ത്രില്ലർ എന്ന പ്രത്യേകതയും ഡൊമിനിക്കിനുണ്ട്. സ്വകാര്യ ഡിറ്റക്റ്റീവായി മാറിയ മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ CI ഡൊമിനിക്കായാണ് മമ്മൂട്ടി ചിത്രത്തിലെത്തുന്നത്. പ്രേക്ഷകന്റെ പരമ്പരാഗത സങ്കല്പത്തിലുള്ള നായക കഥാപാത്രമല്ല ഇത് എന്ന സവിശേഷത കൂടിയുണ്ട്. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഒരു സോക്കോൾഡ് ഹീറോ ക്യാരക്ടറല്ല നമ്മൾ ചെയ്യുന്നത്. ഒന്നാമത് ഇയാൾ റിട്ടയർഡ് പോലീസ് ഓഫീസറാണ്. റിട്ടയർഡല്ല, എന്താ പറയുക, പിരിച്ചുവിടപ്പെട്ട ഒരാളാണ്. അപ്പോൾ അയാൾക്ക് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അയാളുടെ ഫാമിലി, അയാളുടെ പേഴ്സണൽ പ്രോബ്ലംസ്, അയാളൊരു ഡയബറ്റിക് പേഷ്യൻ്റാണ്. അപ്പോൾ ഈ ഫൈറ്റും കുസ്തിയൊക്കെ നമുക്ക് എല്ലാ ഹീറോയും ഒരേപോലെ ഫൈറ്റ് ചെയ്യണമെന്ന് പറയരുത്. എല്ലാ കഥാപാത്രങ്ങളും കുസ്തിക്കാരല്ലല്ലോ. ഇതിനകത്ത് ഡൊമിനിക് അങ്ങനെ ഒരു കുസ്തിക്കാരനൊന്നുമല്ല. അയാളെ തൽക്കാലത്തേക്ക് ഒരു എന്താ പറയുക, ഒരു ജീവരക്ഷാർത്ഥമുള്ള ഫൈറ്റുകളൊക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഈ പടത്തിലെ ഫൈറ്റുകളൊക്കെ വളരെ ക്രിസ്പായിട്ടുള്ളത്. ഇത്തരമൊരു കഥാപാത്രം സ്വീകരിക്കപ്പെട്ടത് പ്രേക്ഷകന്റെ സിനിമാ അവബോധത്തെയാണ് കാണിക്കുന്നതെന്ന് മമ്മൂട്ടി. അത് സ്വീകരിക്കപ്പെടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. നമ്മളെ പ്രേക്ഷകന്റെ സിനിമാ അവബോധങ്ങളുടെ വളർച്ചയാണ് അത് കാണിക്കുന്നത്. കാരണം ഇങ്ങനെയുള്ളൊരു കഥാപാത്രത്തെ നായകനായി കാണാനും അങ്ങനെയുള്ളൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിൽ അങ്ങനെ ഉള്ള സീനുകളും അങ്ങനെയുള്ള ആശയങ്ങളും ഉൾക്കൊള്ളാൻ അവർക്കൊണ്ട് സാധിക്കുന്നു എന്നുള്ള വലിയ കാര്യമാണ്. സിനിമയിലെ നൃത്ത ചുവടുകളെക്കുറിച്ചുള്ള ചോദ്യത്തിന് മമ്മൂട്ടിയുടെ പ്രതികരണം ഇങ്ങനെ: സ്വാഭാവികമായിട്ടും ഞാൻ ഈ ഡാൻസിനോട് അത്ര പരിചയമുള്ള ആളല്ല. ഞാൻ ഡാൻസൊന്നും പഠിച്ചിട്ടില്ല, മറ്റേ കലാമണ്ഡലത്തിലൊന്നും പോയിട്ടില്ല. അതുകൊണ്ട് പൊതുവെ മടിയാണ്. പിന്നെ സാറ് പറഞ്ഞ് ധൈര്യം തന്നു. പിന്നെ എന്തോ ആവട്ടെ, അന്ന് പെട്ടുപോയില്ല എന്ന് വിചാരിച്ചങ്ങ് ചെയ്തു പോയത്. അത് അതിൻ്റെ 3 ഇരട്ടി ഉണ്ടായിരുന്നു. ഞാനതിൽ നിന്ന് ഇറങ്ങി പുറകോട്ട് വന്നതാണ്. ഡാൻസ് മാസ്റ്റർ കാര്യം കൈ പിടിച്ച്. അതിപ്പോൾ എത്രത്തോളം മോശമായിട്ടുണ്ടോ അത്രത്തോളം ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കും. 23-ന് റിലീസായ ചിത്രത്തിന് നിറഞ്ഞ പ്രേക്ഷക പിന്തുണയാണ് ലഭിക്കുന്നത്. പ്രശസ്ത തമിഴ് സംവിധായകനായ ഗൗതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്ത ചിത്രത്തിൻ്റെ നിർമ്മാണം മമ്മൂട്ടി കമ്പനിയാണ്. കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി തന്നെ നിർമ്മിച്ച ഈ 6ാം ചിത്രവും വിജയം നേടിയതോടെ 100% വിജയമാണ് മമ്മൂട്ടി കമ്പനി സ്വന്തമാക്കുന്നത്. കൈരളി ന്യൂസ്, കൊച്ചി.